الحمد لله رب العالمين. الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد. نحمده ونستعينه ونسأل به الكرامة فيما بعد الموت. وقد دنا أجلي وأجلكم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق. فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة المؤمنون، أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. صدق الله العلي العظيم. ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. 1998 അഥവാ പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഹമാസ് എന്ന് പറയുന്ന അൽ ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന ഫലസ്തീനിലെ പോരാട്ട സംഘടനയുടെ സ്ഥാപക നേതാവ് ഷഹീദ് അഹമ്മദ് യാസീൻ, അദ്ദേഹവുമായി അൽ ജസീറ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോരാടുന്നത് ലോകത്തിലേറ്റവും വലിയ സായുധ രാജ്യത്തോടാണ് എന്നല്ല, ലോകത്തുള്ള പ്രബലരായ എല്ലാ രാജ്യങ്ങളും അവർക്ക് അകമഴിഞ്ഞ പിന്തുണയും നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയ ശക്തിയോട് പോരാടിക്കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം വിജയിക്കാൻ കഴിയും?
നിങ്ങളുടെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ഖാമത്ത് അല ദുൽമി വൽ ഇർതിസാദ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് അക്രമത്തിലൂടെയാണ്, പിടിച്ചുപറിയിലൂടെയാണ്. മനുഷ്യന്റെ നീതിബോധത്തിന് ഒട്ടും നിരക്കാത്ത കവർച്ചയിലൂടെയാണ് അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്ത് പിറവിയെടുത്തത്. ഉക്കുല്ലു കയാനിൻ യഖൂമു അല ദുൽമി വൽ ഇഖ്തിസാദി മസീറുഹു അദ്ദിമാർ. ഇങ്ങനെ അക്രമത്തിലൂടെയും അനീതിയിലൂടെയും സ്ഥാപിതമായ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതൊക്കെ തകർച്ചയിലേക്കാണ് തീർച്ചയായും അത് പോവുക. അൽ ഖുവ്വത്തു ഫിൽ ആലമി കുല്ലിഹി ലാ തദൂമു ലി അഹദിൻ. ലോകത്ത് ഒരു കാലത്തും ഒരു അധികാര ശക്തിയും അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും എക്കാലത്തും നിലനിന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്: അൽ ഇൻസാനു യൂലദു തുഫ്ലൻ സുമ്മ മുറാഹിഖൻ സുമ്മ ശബാബൻ സുമ്മ കഹ്ലൻ സുമ്മ ശൈഖൻ വഹകദ അദ്ദുവലു തൂലദു വതുകബ്ബിറു സുമ്മ തതവജ്ജഹു ലിൽ ഇന്തിസാർ. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിക്കുന്നത് ഒരു കുഞ്ഞായിട്ടാണ്. അങ്ങനെ കുഞ്ഞായി ജനിച്ച് പിന്നീട് കൗമാരത്തിലേക്ക് എത്തുന്നു. കൗമാരത്തിന് ശേഷം യൗവനത്തിലേക്ക് എത്തുന്നു. യൗവനത്തിന് ശേഷം ഒരു കുറച്ചുകൂടി ഒരു പക്വതയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. പിന്നീട് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു കാലം കഴിഞ്ഞാൽ ആ മനുഷ്യൻ നശിച്ചു പോകുന്നു, ഇല്ലാതാവുന്നു. എന്നതുപോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ അധികാര സംവിധാനങ്ങളുടെയും മുന്നോട്ട് പോക്ക്. എല്ലാ കാലഘട്ടത്തിലും അത് നിലനിൽക്കുമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇസ്രായേൽ സതസൂലു ഇൻഷാ അല്ലാഹ് ഫി റുബുൽ അവ്വലി മിനൽ ഖർനിൽ ഖാദിം. 1998 അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാണ്: ഇസ്രായേൽ സതസൂലു ഇൻഷാ അല്ലാഹ് ഫി റുബുൽ അവ്വലി മിനൽ ഖർനിൽ ഖാദിം. വരാനിരിക്കുന്ന നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ ഇൻഷാ അല്ലാഹ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാവുക തന്നെ ചെയ്യും. അദ്ദേഹം കുറച്ചുകൂടി കൃത്യപ്പെടുത്തിക്കൊണ്ട് ആ ദിവസം അല്ലെങ്കിൽ ആ വർഷം അദ്ദേഹം നിശ്ചയിച്ചുകൊണ്ട് പറയാണ്: 2027 ആകുമ്പോഴേക്ക് ആ രാജ്യം ഇല്ലാതാവുക തന്നെ ചെയ്യും. സതകൂനു ഇസ്രായേൽ ഖദ് ബാദത് വൻതഹത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേൽ അതിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കും ആ കാലഘട്ടമാകുമ്പോഴേക്ക് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്: ലിമാദ ഹാദ താരീഖ്. എന്താണ് നിങ്ങൾ പറയുന്ന ഈ തീയതിയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസത്തിൽ ആ രാജ്യം അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ ആ രാജ്യം ഇല്ലാതാകുമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്: അന്നനാ നുഅ്മിനു ബിൽ ഖുർആനിൽ കരീം. നിശ്ചയമായും ഞങ്ങളെല്ലാവരും വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. വൽ ഖുർആനു ഹദ്ദസനാ അന്നൽ അജ്യാല തതഗയ്യറു കുല്ല 40 ആമൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ ജനതയും, ഏത് സമൂഹമാണെങ്കിലും ആ ജനതയുടെ ആ സമൂഹത്തിന്റെ ഉത്ഥാന പതനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 40 വർഷമാണ്. 40 വർഷമാണ് ഒരു ജനതയുടെ വളർച്ചയുടേതാണെങ്കിലും തകർച്ചയുടേതാണെങ്കിലും അതിന്റെ കാലഘട്ടം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഫിൽ 40 ഊല കാന ഇൻദനാ നഖബ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 40 വർഷം എന്ന് പറയുന്നത് നഖബയിലൂടെയാണ് തുടക്കം കുറിച്ചത്. അതേപോലെ തന്നെ വഫിൽ 40 സാനിയ അസ്ബഹ ഇൻദനാ ഇന്തിഫാദ. രണ്ടാമത്തെ 40 വർഷം ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് 1987 ഇന്തിഫാദയിലൂടെയാണ്. അസ്ബഹ ഇൻദനാ ഇന്തിഫാദ വമുവാജഹതൻ വതഹദ്ദു വഖിതാൽ വഖനാബിൽ. ഒരുപാട് പരീക്ഷണങ്ങൾ ആ സന്ദർഭത്തിൽ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. വഫിൽ 40 സാലിസ തകൂനു നിഹായ ഇൻഷാ അല്ലാഹ്. ഇനി അതിന്റെ മൂന്നാമത്തെ ഒരു 40 വർഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സംവിധാനം ഇൻഷാ അല്ലാഹ് ഇല്ലാതായി മാറും. ഇതാണ് അദ്ദേഹം പറയുന്ന വാക്ക്. ഇത് ഒരുപക്ഷെ വളരെ അതിശയോക്തിയുള്ള, കൗതുകമുള്ള, ചിലപ്പോൾ ഉട്ടോപ്യൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വർത്തമാനമാണെന്ന് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും.
പക്ഷേ ഏതോ അർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കാൻ പറ്റുന്ന സംഭവ വികാസങ്ങൾ രാജ്യത്ത് ലോകത്തിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ എന്ന പേരിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെയുള്ള ഓപ്പറേഷൻ ആരംഭിച്ചത്. നമുക്കറിയാം, അതും അതിന്റെ ശേഷവും അവിടെ നടന്ന സംഭവങ്ങൾ എത്രമാത്രം ഭീകരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം നടത്തുമ്പോൾ ആ ഓപ്പറേഷൻ നടത്തിയ ഹമാസിനെയും ആ പ്രദേശമായ ഗസയെയും മുന്നിൽ കണ്ടുകൊണ്ട് ചില വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ രാജ്യത്തിന് നേരെയുള്ള യുദ്ധത്തിന് ഇസ്രായേൽ ആരംഭം കുറിക്കുന്നത്. അവരന്ന് പറഞ്ഞത് ഒരാഴ്ചക്കകം ഗസ എന്ന് പറയുന്ന ഭൂമിയെ മരുഭൂമിയാക്കി മാറ്റും, ആൾതാമസമില്ലാത്ത ഭൂമിയാക്കി മാറ്റും. അങ്ങനെ പറയാനുള്ള കാരണം, 1-2 ദിവസം അതിശക്തമായ ബോംബ് വർഷിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും അവിടെ വിട്ടുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും അഭയാർത്ഥികളായി ഓടിപ്പോകും. അതുകൊണ്ട് ഒരാഴ്ചക്കകം ആ മണ്ണിനെ ഞങ്ങളുടെ ഭൂമിയാക്കി മാറ്റാൻ കഴിയുമെന്ന കണക്കുകൂട്ടലോടുകൂടിയാണ് അങ്ങനെ ഒരു പ്രസ്താവന അവർ ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമത് അവർ പറഞ്ഞത്, ഒരാഴ്ചക്കകം ഹമാസ് എന്ന് പറയുന്ന ആ സംഘടനയെ ഞങ്ങൾ ഇല്ലാതാക്കി മാറ്റും. ഹമാസ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് നേരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ സിവിലിയന്മാരെ കൊന്നുകളഞ്ഞ ഈ വിഭാഗത്തെ ഞങ്ങൾ ഒരാഴ്ചക്കകം ഇല്ലാതാക്കി മാറ്റും. രണ്ടാമത്തെ വാദം അവരുടെ അതായിരുന്നു. മൂന്നാമത് അവർ പറഞ്ഞത്, ഒരുപാട് ഇസ്രയേലികളായ വ്യക്തികളെയും സൈനിക ഉദ്യോഗസ്ഥന്മാരെയും സാധാരണക്കാരെയും ഹമാസിന്റെ ആളുകൾ ബന്ദികളായി കൊണ്ടുപോയിട്ടുണ്ട്, അവരെ ഞങ്ങൾ ഒരാഴ്ചക്കകം മോചിപ്പിക്കും. ഈ 3 അവകാശവാദങ്ങളുമായിട്ടാണ് ഇസ്രയേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് ഭീകര രാജ്യം ഗസ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശത്തിന് നേരെ ലോകത്തിന്റെ മനസാക്ഷിയെ മുഴുവനും വല്ലാതെ മരവിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള, ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള അതിക്രൂരമായ അക്രമങ്ങളുടെയും മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും പെരുമഴ വർഷിക്കാൻ തുടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് കഴിഞ്ഞിപ്പോ ഏകദേശം 19 മാസം പിന്നിട്ട് 20ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും 60,000-ഓളം വരുന്ന നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ട് അവരെ ഈ ഭൂമി ലോകത്തൊന്നും ഇല്ലാതാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തൊരു അവകാശവാദവുമായിട്ടാണോ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യം ഈ ഗസക്കെതിരെ പോരാട്ടവുമായി രംഗത്ത് വന്നതെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യം പോലും നേടിയെടുക്കാൻ കഴിയാതെ അവര് പറഞ്ഞതെല്ലാം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് ആ പോരാട്ടം ഇന്ന് മറ്റൊരു സ്വഭാവത്തിലേക്ക് പരിവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു പോരാട്ടമായി അത് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുപക്ഷെ ഒരു സൈന്യമില്ലാത്ത, നേർക്കുനേരെ ഒരു ഭരണകൂടമുണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരു പറ്റം നിരാലംബരായ ജനവിഭാഗത്തിന് നേരെ ബോംബെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വിജയശ്രീലാളിതരായി മുന്നോട്ടു പോവുകയാണ് എന്ന അവകാശവാദവുമായി മുന്നോട്ടു പോകുന്ന ഒരു രാജ്യം പൊടുന്നനെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് അതിന്റെ മുഖം മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ സാഹചര്യവും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന വ്യക്തിയെ ടെഹ്റാനിൽ വെച്ചുകൊണ്ടാണ്, അഥവാ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ വെച്ചുകൊണ്ടാണ് അതിക്രൂരമായി അവർ കൊന്നുകളഞ്ഞത്. ഇറാനിന്റെ പ്രബലരായ പല നേതാക്കന്മാരെയും ഇസ്രയേൽ വധിച്ചു കളഞ്ഞു. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഹെലികോപ്റ്ററിൽ അപകടം ഉൾപ്പെടെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആ മരണമുണ്ടായത് എന്നതുവരെയാണ് പറയുന്നത്. ഇത്രമാത്രം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഇറാൻ തിരിച്ചടിക്കും എന്ന് പറയല്ലാതെ ഒരു തിരിച്ചടിയും അവർ ഇതുവരെയും നടത്തിയിരുന്നില്ല. അതുകൊണ്ട് ഇനി ആ രാജ്യത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു അക്രമം ഇറാനിൽ നേരെ അവർ നടത്തുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ അക്രമത്തോടുകൂടി
ഒരുപക്ഷെ ആ മിഡിൽ ഈസ്റ്റിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെ തന്നെ മാറ്റിമറിക്കുന്ന സ്വഭാവത്തിൽ അതിന്റെ മുഖം മറ്റൊരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഇസ്രയേലിൽ നിന്ന് നിരപരാധികളായ ഗസയിലുള്ള ജനങ്ങൾക്ക് നേരെ ബോംബാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് തെൽ അവീവിലും അതേപോലെ തന്നെ ഇസ്രയേലിന്റെ പല പട്ടണങ്ങളിലും ഇറാനിന്റെ മിസൈലുകൾ പതിച്ചുകൊണ്ട് ആളുകൾ മരണപ്പെടുകയും ധാരാളം ആളുകൾ പരിക്കേൽക്കുകയും ഒരുപക്ഷെ മൊസാദ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ചാരസംഘടനയുടെ ആസ്ഥാന കേന്ദ്രം വരെ നശിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ ഇറാനിന്റെ മിസൈലുകൾ ഇന്ന് ഇസ്രയേലിലേക്ക് നിരന്തരമായി പതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അന്തിമ വിജയം ഭൗതികമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാൻ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം അപ്പുറത്ത് ഇസ്രയേൽ മാത്രമല്ല, അമേരിക്ക അപ്പുറത്തുണ്ട്, ബ്രിട്ടൻ ഉണ്ട്, അതുപോലെ തന്നെ പല രാജ്യങ്ങളുമുണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. ഇത്തരം രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇറാനെതിരെ ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ ഭൗതികമായ അർത്ഥത്തിൽ അന്തിമ വിജയം ഇസ്രയേലിനായിരിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുക. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അവിടെയാണ് ഷഹീദ് അഹമ്മദ് യാസീൻ 1998 പറഞ്ഞ 2027 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂമി ലോകത്തു നിന്ന് ഇല്ലാതായി മാറുമെന്ന് പറയുന്ന പ്രസ്താവന ഏതോ അർത്ഥത്തിൽ സാധ്യതയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെയാണ് രൂപപ്പെടുന്നത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനെയുള്ള സംഭവ പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഏതോ അർത്ഥത്തിൽ ഇസ്രയേൽ ഒരു പ്രതിരോധത്തിന്റെ സംസാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തുള്ള ജനങ്ങൾ ഇന്ന് ഇറാനിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇറാനിനോട് അവർ പറയുന്നത് സ്റ്റോപ്പ് ദ വാർ, വി ആർ സോറി, വി വാണ്ട് പീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ ഇറാനികളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ യുദ്ധം നിർത്തിവെക്കണം, ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയുകയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ആരാണ് ഈ പറയുന്നത്? ആരാണിപ്പോ സമാധാനത്തിന്റെ വർത്തമാനം പറയുന്നത്? ആരോടാണ് സോറി പറയുന്നത്? ആരോടാണ് സമാധാനത്തിന്റെ വർത്തമാനം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സംഗതികൾ നടന്ന് അനുഭവപ്പെടുമ്പോഴാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭീകരത എത്രമാത്രമാണെന്ന് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഉപമകൾ പറയുന്നുണ്ട്. ഖുർആനിന്റെ ഉപമകൾ എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന വിഷയത്തിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉപമകളാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലൻ മാ ബഗൂദതൻ ഫമാ ഫൗഖഹാ. കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഈച്ചയാണ് ഉദാഹരിക്കേണ്ടി വരുന്നതെങ്കിൽ ആ ഈച്ചയെ ഉദാഹരിക്കാൻ അള്ളാഹുവിന് ഒരു മടിയുമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. കാര്യങ്ങൾ മനസ്സിലാവുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ത് കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്നതിന്റെ ബോധന രീതി എന്ന് പറയുന്നത്. എന്ന് സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ പല സ്വഭാവത്തിലും കാര്യങ്ങൾ ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചതമ്പുരാൻ പറയും. ആ ഉദാഹരണങ്ങളിലൂടെ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ഉപമകൾ ധാരാളം മതിയാകുമെന്ന് പറയുന്ന ഖുർആൻ ഒരു ഉപമ പറയുന്നുണ്ട്. മസലുല്ലദീന ഇത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈത എന്ന് വിശുദ്ധ ഖുർആൻ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവല്ലാതെ ഈ ലോകത്ത് മഹാശക്തികളാണ് എന്ന് കരുതുന്ന എന്തെല്ലാം ഉണ്ടോ അതിനോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൽ നിങ്ങളുടെ എല്ലാ ആശ്രയവും സമർപ്പിച്ചുകൊണ്ട് അതിലൂടെ മാത്രമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില ശക്തികളുണ്ടല്ലോ, ആ ശക്തികളുടെ ഉപമ എന്ന് പറയുന്നത് കമസലിൽ അൻകബൂത്ത്, അതൊരു ചിലന്തി വല പോലെയാണ്. ആ ചിലന്തി വല എന്ന് പറയുന്നത് ഇത്തഖദത് ബൈത, ആ ചിലന്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വീടാണ്. ഒരു ചിലന്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വീടായി അത് എല്ലാ നിലക്കും ആസ്വദിച്ച് അനുഭവിച്ച് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ ആ വീടിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്.
ഈ ഭൂമിയിലുള്ള ഏറ്റവും ദുർബലമായ വീട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ പേരാണ് ചിലന്തിവല എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വീടിന്റെ പേരാണ് അൽ അൻകബൂത്ത് എന്ന് പറയുന്ന ചിലന്തിയുടെ വല, ചിലന്തി വീടായി കരുതുന്ന അവരുടെ വീട് എന്ന് പറയുന്നത്. ഈ ദുർബലമായ ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു മുള്ളു കൊണ്ടാൽ, ഒരു ചെറിയ സൂചി കൊണ്ടു കഴിഞ്ഞാൽ, ഒരു വിരലൊന്ന് അനക്കി കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന, ഇല്ലാതായി പോകുന്ന ഈ ചിലന്തി വല പോലെയാണ് നിങ്ങൾ മഹാന്മാർ എന്ന് കരുതുന്ന, നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് കരുതുന്ന ആളുകളുടെ അവസ്ഥ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുമ്പോൾ ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ഷൈഇൻ വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു അതിന്റെ ശേഷം പിന്നീട് പറയുന്നത് ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ഷൈഇൻ. നിങ്ങൾ അല്ലാഹുവല്ലാതെ പടച്ചതമ്പുരാനെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ശക്തിയുള്ളവർ എന്ന് കരുതുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മിൻ ഷൈഇൻ, ഒന്നുമല്ല. അത് വളരെ ദുർബലമാണ്. അത് പടച്ചതമ്പുരാന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നശിച്ചു പോകുന്നതിന് എല്ലാ സാധ്യതകളുമുള്ള സംവിധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വഹുവൽ അസീസുൽ ഹക്കീം. എന്നാൽ പടച്ചതമ്പുരാൻ അസീസാണ്, ഹക്കീമാണ്. പടച്ചതമ്പുരാനാണ് ഇസ്സത്ത്, പടച്ചതമ്പുരാനാണ് പ്രതാപം, പടച്ചതമ്പുരാനാണ് യുക്തിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയുന്ന ശക്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ ബൈത്തുൽ അൻകബൂത്ത് എന്ന് ഖുർആൻ പറയുന്ന ചിലന്തിയുടെ വീട് പോലെയുള്ള ആ ചിലന്തി വലയുടെ ദൗർബല്യം എത്രത്തോളമാണോ അതേപോലെ ദുർബലമാണ് എന്ന് ഒരുപക്ഷെ ഇസ്രായേലിനെ കുറിച്ച് ഈ ലോകത്തുള്ള ജനങ്ങൾ ബോധ്യപ്പെട്ട രണ്ടാമത്തെ സന്ദർഭമാണ് ഇറാനുമായുള്ള ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇന്ന് ലോകത്തോട് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിന്റെ മുമ്പിൽ പറയുന്നത് ഇന്ന് ഇറാന് യുദ്ധക്കുറ്റം ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ രാജ്യത്തുള്ള ഹോസ്പിറ്റലിന് നേരെ ഇവർ ബോംബിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ രാജ്യത്തിലെ ഹോസ്പിറ്റലിന് നേരെ ബോംബിട്ടിരിക്കുന്നു എന്ന് ആരാ പറയുന്നത്? ഗസയിലെ സകല ഹോസ്പിറ്റലുകളും. ഇന്ന് ആ രാജ്യത്ത് നേരാവണ്ണം അവിടെയുള്ള ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കാൻ ഒരാശുപത്രി പോലുമില്ല. ആ ആശുപത്രികളെ മുഴുവനും തകർത്തു കളഞ്ഞ രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യത്തിലുള്ള ഒരു ഹോസ്പിറ്റലിന് നേരെ മിസൈൽ വീണപ്പോ ലോകത്തിന്റെ മുമ്പിൽ കരഞ്ഞു പറയാണ്, ഞങ്ങളുടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽ തകർന്നിരിക്കുന്നു, എന്റെ മകന്റെ കല്യാണം മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൂടി അദ്ദേഹം പറഞ്ഞു, എന്റെ മകന്റെ കല്യാണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ആ രാജ്യം എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന അഹ്വനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. അല്ലാഹുവിന്റെ ഖുർആന്റെ ഉപമ എത്ര മനോഹരമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇറാൻ പ്രശ്നമായി മാറുന്നത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള രണ്ട് വിഭാഗം മുസ്ലിം സമുദായത്തിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ഗസ എന്ന് പറയുന്ന, ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയം, അഥവാ ഇന്ത്യ ലോകത്തിന്റെ ഒന്നാമത്തെ ഖിബില ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഹറമിന്റെ കൂട്ടത്തിൽ മൂന്നാമതായി എണ്ണപ്പെട്ടിട്ടുള്ള, ലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര പോകാൻ അനുവദിക്കപ്പെട്ട 3 മസ്ജിദുകളിൽ ഒന്നായ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ആ ഭൂമിയുടെ ആ മണ്ണിന്റെ മോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ജനതക്ക് പ്രത്യക്ഷമായും ഇസ്സത്തോടുകൂടിയും അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 വിഭാഗം. ഒന്ന്, യമനിലെ ഹൂസികൾ എന്ന് പറയുന്ന ഷിയാക്കളാണ്. രണ്ടാമത്തത് ഹസൻ നസ്രുള്ളയുടെ നേതൃത്വത്തിലുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന ലബനാനിലെ പ്രസ്ഥാനമാണ്. മൂന്നാമത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ 3 രാജ്യങ്ങളും ഷിയ പക്ഷത്തുള്ള രാജ്യങ്ങളാണ്. സുന്നി പക്ഷത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ അതിന്റെ ചുറ്റുവട്ടത്തുണ്ട്. ആ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ ഏതർത്ഥത്തിൽ എന്തെല്ലാം പിന്തുണയാണ് ആ ഇസ്രായേൽ ഈ പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. ഷീസത്തിന്റെ അഖീദയുമായി ഒരു ബന്ധവും യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഥവാ യഥാർത്ഥ മുസ്ലിമിന് ഷീസത്തിന്റെ അഖീദയുമായി യോജിച്ചു പോകാൻ ഒരു ന്യായവും ഇസ്ലാമിലില്ല. യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. പക്ഷേ ഇന്ന് ലോകത്ത് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യം ഒരു ജനതയെ വംശീയമായ ഉന്മൂലനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കി നിൽക്കാതെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ആർജവം കാണിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ 3 വിഭാഗമല്ലാതെ വേറെ ഒരാളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം പിന്നെ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ.
പിന്നെ സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇറാന് നേരെ തിരിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രാജ്യത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവായി അറിയപ്പെടുന്ന അലി അൽ ഖാംനഈ എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നുകളയണമെന്നാണ്. അയാളെ കൊന്നാൽ മാത്രമേ ഞങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്തൊരു അധർമ്മമാണ് ഈ പറയുന്നത്, എന്തൊരു അനീതിയാണ് ഈ പറയുന്നത്. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ ഒരു കാരണവുമില്ലാതെ കൊല്ലാൻ മറ്റൊരു രാജ്യം ആഹ്വാനം ചെയ്യുകയും അങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും പറയുമ്പോൾ, ഇത് ലോകത്തിന്റെ നീതിയുടെ ഏത് സമവാക്യം വെച്ചുകൊണ്ടാണ് ന്യായീകരിക്കുവാനും അത് ശരിയാണ് എന്ന് പറയാനും കഴിയുക? പക്ഷേ അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരി നടപ്പിലാക്കാൻ വേണ്ടി ഒരു വിഭാഗം തുനിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1979 ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ആയത്തുല്ലാ ഖുമൈനി എന്ന് പറയുന്ന 1979 പിന്നെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം വരെ റിളാ ഷാ പഹ്ലവി എന്ന് പറയുന്ന പാശ്ചാത്യ സംസ്കാരത്തിലും പാശ്ചാത്യ ചിന്താഗതികളിലും ആകൃഷ്ടമായി കൊണ്ട് അഴിമതിയും ധൂർത്തും പൊങ്ങച്ച പ്രകടനവും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഒരു രാജ്യത്തെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന റിളാ ഷാ പഹ്ലവി എന്ന് പറയുന്ന ഭരണകൂടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആയത്തുല്ലാ ഖുമൈനിയുടെ നേതൃത്വത്തിൽ ആ രാജ്യം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത് 1979 അഥവാ 50 വർഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവാണ് 2029 ആകുമ്പോഴേക്ക്. 2029 ആകുമ്പോഴേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിനു ശേഷം 50 വർഷം, അതിന്റെ അരനൂറ്റാണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന കാലഘട്ടമാണിത്. ഈ രാജ്യം യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയുള്ള രാജ്യമേതി എന്ന് ചോദിച്ചാൽ ആ രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യമാണ് എന്ന് ലോകത്തുള്ള എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ രാജ്യത്തെ നശിപ്പിക്കണം. ഇത് ഷീസവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇത് സുന്നി ഷീസത്തിന്റെ സംഘടനത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ സുന്നികളുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ്. നമ്മൾ ഷീസത്തിന്റെ ഭാഗം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഇറാൻ തകർന്നോട്ടെ എന്ന് തീരുമാനിക്കുവാൻ മുസ്ലിം ഉമ്മത്തിന്റെ ഏത് അളവുകോൽ വെച്ചുകൊണ്ട് പരിശോധിച്ചാലും അങ്ങനെ ഒരു ന്യായം പറയുവാൻ ഒരു പഴുതുമില്ലാത്ത വിധം. കാരണം ഇസ്ലാമിൽ ഷീസം സുന്നിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിസ്ഥാനപരമായി വിശ്വാസപരമായ ചില വ്യതിചലങ്ങളുടെ കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ലോകത്ത് ഷിയാക്കളെ ഒരിക്കലും ഇസ്ലാമിന്റെ പുറത്തേക്ക് ലോകത്തൊരു ഇസ്ലാമിക സമൂഹവും മാറ്റി നിർത്തിയിട്ടില്ല. ഷിയാക്കൾക്ക് ഹജ്ജിന് പോകാം, അനുവാദമുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് ലോകം അംഗീകരിച്ച കാര്യമാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലെ ഒരു അവാന്തര വിഭാഗമാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ മറ്റൊരു അവാന്തര വിഭാഗമായി ലോകത്ത് അറിയപ്പെടുന്ന വിഭാഗമാണ് ഷിയകൾ. അഹ്ലു ഷിയ എന്ന് പറയുന്ന വിഭാഗം അവര് ആശയപരമായി ചില പ്രത്യേകമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഫിഖ്ഹിപരമായി അവർക്ക് അവരുടേതായ മസ്ലക്കുണ്ട്. അതെല്ലാം ശരിയാണ്, അതെല്ലാം ശരിയായിരിക്കെ തന്നെ അതിന്റെ പേരിൽ മാത്രം മുസ്ലിം സമുദായത്തിൽ ചില ആളുകളെങ്കിലും ഇന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇറാൻ ഒരു ഷിഈ രാജ്യമാണ്, അതുകൊണ്ട് അതിന്റെ പക്ഷത്ത് നിൽക്കുവാൻ ഇസ്ലാമികമായി ന്യായമില്ല, അവരെ വേണമെങ്കിൽ തകർന്നോട്ടെ, നമുക്കൊരിക്കലും അതിനെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധ്യമല്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, മുസ്ലിം സമുദായത്തിനകത്തുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല പ്രശ്നം. ആയത്തുല്ലാ ഖുമൈനി എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ നേതാവ് 1979 ആ വിപ്ലവം നയിക്കുമ്പോൾ ആ രാജ്യത്തുള്ള ജനങ്ങളോട് ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ടേ സംസാരിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഷീസത്തെ മുന്നിൽ വെച്ചുകൊണ്ടല്ല സംസാരിച്ചത്. അദ്ദേഹം എന്ന് പറയുന്നുണ്ട്, ലൈസ ഹുനാക നൂറുൻ സിവല്ലാഹി സുബ്ഹാന, അല്ലാഹുവല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് വെളിച്ചം നൽകാൻ വേറൊരു പ്രകാശവുമില്ല. ഫൽകുല്ലു ദുൽമുൻ, അതല്ലാത്ത അല്ലാഹുവല്ലാത്ത മറ്റെന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദുൽമാണ്. അതുകൊണ്ട് ഇൻസിലു ഇലാ ബഹരിൽ ഉലൂഹിയ, നിങ്ങൾ ഉലൂഹിയത്തിന്റെ സമുദ്രത്തിലേക്ക് അഥവാ ഏകദൈവ വിശ്വാസത്തിന്റെ ആ മനോഹരമായ സമുദ്രത്തിലേക്കും നിങ്ങൾ ഊളിയിട്ടിറങ്ങുക. വബഹിരിൻ നുബുവ, നുബുവത്തിന്റെ സമുദ്രത്തിലേക്കും നിങ്ങൾ ഇറങ്ങണം. വബഹിരിൽ ഖുർആൻ, ഖുർആനിന്റെ സമുദ്രത്തിലേക്കും നിങ്ങൾ ഇറങ്ങണം. വഹൂസു ഫീ അഅമാഖിഹി, അതിന്റെ ആഴത്തിലേക്ക് ഊളിയിട്ടുകൊണ്ട് എന്തെല്ലാം മുത്തുകളും എന്തെല്ലാം പവിഴങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, യാ മുസ്ലിമൈ അൽ ആലം,
ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ ലോകത്ത് അക്രമികളായ, ഒരുപാട് മർദ്ദകരായ, ഒരുപാട് പീഡനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളുടെ കീഴിൽ ദുർബലമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ഉയർന്നെഴുന്നേൽക്കുക. നിങ്ങൾ ഇങ്ങനെ ഉറക്കം നടിക്കേണ്ടവരല്ല, നിങ്ങൾ ഉറങ്ങിക്കിടക്കേണ്ടവരുമല്ല. നിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്ലാമിന്റെ പാശത്തിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വിഭാഗത്തെ നിങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് ഈ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കാളികളായി മാറുക. അഹങ്കാരം നടിച്ചുകൊണ്ട് ഈ നാടിനെയും നാട്ടുകാരെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്രമകാരികളോട് കോംപ്രമൈസ് ചെയ്യാതെ, നിങ്ങൾ അവരെ ഭയപ്പെടാതെ ഈ പോരാട്ടവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇസ്തൈഖിദു, നിങ്ങൾ ഉണരണം. വൈഖദുൻ നായിമീൻ, ഉറങ്ങുന്നവരെ നിങ്ങൾ വിളിച്ചുണർത്തണം. ഇസ്തൈഖദു വൈഖദുൽ അംവാത്, മരണാസന്നരായി കിടക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഈ ലോകത്തിന് ജീവിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെയും നിങ്ങൾ വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിന്റെ ആ കരുത്തുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് നിങ്ങൾ സമർപ്പിതരായി, ത്യാഗസന്നദ്ധരായി ഈ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പോരാട്ടമാണ് ഇറാൻ വിപ്ലവം. ആ വിപ്ലവമാണ് ലോകത്ത് വിജയം കണ്ട് ലോകത്തിന് തന്നെ വിജയത്തിന്റെ മാതൃക കാണിച്ചു കൊടുത്ത ഒരു വിപ്ലവമാണത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആ ഒരു മനോഹാരിതയിൽ രൂപപ്പെട്ട വിപ്ലവമാണ് ഇറാനിലെന്നും ആ വിപ്ലവത്തിന്റെ ഛേദോവിഹാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ 45 വർഷമായി ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ രാജ്യത്തെ നശിപ്പിക്കുവാനുള്ള എല്ലാ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് ഇന്ന് ഇസ്രയേലിനെ പിന്തുണക്കുന്നവരും രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ 2 വിഭാഗം മാത്രമേ ഉള്ളൂ. ഒന്ന് ഹിസ്ബുല്ലാ, മറ്റൊന്ന് ഹിസ്ബു ശൈത്വാൻ. ഒന്ന് അള്ളാന്റെ പാർട്ടിയാണ്, അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്ന വിഭാഗമാണ്. രണ്ടാമത്തത് പൈശാചികമായ താല്പര്യങ്ങൾ ഈ ഭൂമിയിൽ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മറ്റൊരു വിഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരെ പിശാച് മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. പൈശാചികമായ എന്തെല്ലാം അജണ്ടകളുണ്ടോ ആ അജണ്ടകളാണ് അവരെ സ്വാധീനിച്ചിരിക്കുന്നത്. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ അവർ മറന്നുപോയിരിക്കുന്നു. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ മനസ്സിന് ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് പൈശാചികമായ താല്പര്യങ്ങൾ ആണ്ട് പൂണ്ട് കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ, അവര് പിശാചിന്റെ പാർട്ടിയാണ്. അവര് പിശാചിന്റെ കൂടെ നിൽക്കുന്ന വിഭാഗമാണ്. ആ പിശാചിന്റെ വിഭാഗം നിൽക്കുന്ന ആളുകൾ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. നിങ്ങൾ അറിയണം, പിശാചിന്റെ കൂടെയുള്ള ആളുകൾ താൽക്കാലികമായ ചില അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണ് വെട്ടിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി പരാജയത്തിന്റെ അപകടമായ ഗർത്തങ്ങളിലേക്ക് വീണു പോകുന്നവരാണ് അവർ. കാരണം എന്താണ്? ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു, നിശ്ചയമായും അവര് അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. അള്ളാഹുവിനോടും അള്ളാന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. ഉലൈക ഹുമുൽ അദല്ലീൻ. ഈ ഭൂമി ലോകത്ത് ദില്ലത്തിന്റെ പതിതമായ അങ്ങേയറ്റത്തെ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് ആ വിഭാഗം എടുത്തെറിയപ്പെടുകയല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഹിസ്ബു ശൈത്വാൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ആരെല്ലാമാണെന്ന് ഈ ഖുതുബയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം ആരെല്ലാമാണ് ആ വിഭാഗത്തിൽ നിൽക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. രണ്ടാമത്തെ വിഭാഗത്തെ അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനോടും അള്ളാന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ഒരു കൂട്ടരോട് നോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറില്ല. നിങ്ങൾ അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി 18 അടവും പയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല. വലൗ കാനു ആബാഹും, ആ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവര് നിങ്ങളുടെ വാപ്പമാരാണെങ്കിലും, ഔ അബ്നാഹും, നിങ്ങളുടെ മക്കളാണെങ്കിലും, ഔ ഇഖ്വതഹും, നിങ്ങളുടെ സഹോദരന്മാരാണെങ്കിലും, ഔ അശീറതഹും, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ബന്ധുമിത്രാദികളാണെങ്കിലും, അവർ അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടരാണെങ്കിൽ നോ കോംപ്രമൈസ്,
അവരുമായി ഞങ്ങൾക്കൊരു കോംപ്രമൈസുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഈമാൻ അതിന്റെ എല്ലാ പൂർണ്ണതയിലും സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അല്ലാഹുവിന്റെ റൂഹിനാൽ അവർക്ക് അല്ലാഹു ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ ആ കൂട്ടരുണ്ടാവുകയും ചെയ്യും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹുവിന്റെ തൃപ്തി അവർക്കുണ്ട്, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടവരാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, ഇതാണ് ഹിസ്ബുല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ പാർട്ടി. ആ പാർട്ടിയെ കുറിച്ച് അല്ലാഹ് പറയാണ്, അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ ഈ പാർട്ടി ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ് അത് വിജയിക്കാൻ പോകുന്ന പാർട്ടിയാണ്. ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഇന്ന് ലോകത്തുള്ളത്. ഈ രണ്ട് വിഭാഗത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ലോക മുസ്ലിം എവിടെ നിൽക്കുന്നു? മുസ്ലിം രാജ്യങ്ങളിൽ അവകാശപ്പെടുന്നവർ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നഹ്നു ഹിസ്ബുല്ലാഹ്, ഞങ്ങൾ ഹിസ്ബുള്ളയാണ്, അള്ളാന്റെ പക്ഷത്തുള്ള പാർട്ടിയിലാണെന്ന് ആത്മാർത്ഥമായി പറയാൻ, പ്രഖ്യാപിക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ, ആ നിലപാടിനെ ശക്തിപ്പെടുത്താൻ എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ ഞാനും നിങ്ങളും സന്നദ്ധമാവേണ്ട കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.